ഇതിലെ പറയാൻ വെച്ചാൽ ഈ നമുക്ക് ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് അയ്യോ ഞാൻ ഈ സാധനം ഉപയോഗിക്കട്ടെ. നമുക്ക് ഈ സംഗതി ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, ഈ സ്ക്രീൻ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ നിനക്ക് ആർക്കും നമ്മൾ എന്തെങ്കിലും പിന്നീട് ഇപ്പോൾ ആൾക്കാരെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ആമസോൺ എന്ന് വെച്ചാൽ എന്താണ്? ആമസോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ സെല്ലിംഗ് സൈറ്റാണ്. സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ് ആമസോൺ. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ എല്ലാവർക്കും അറിയാതെ ഓൺലൈൻ സെല്ലിംഗ് അല്ലെങ്കിൽ ബൈയിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഇത് എൻ്റെ ഈ സോൻസോ ഇതായിട്ടുള്ളതാണ്. അത് പറയാൻ പറ്റില്ല എനിക്ക്. ഇതിൻ്റെ ലിങ്ക് ഇങ്ങനെ ഉണ്ടാവണം, കിട്ടണതിൻ്റെ ലിങ്ക്. ഇപ്പോൾ ഇത് പ്രശ്നമൊന്നുമില്ല, മറ്റൊന്നുമില്ല നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റ് 14 മിനിറ്റ് റെക്കോർഡായിട്ടുണ്ട്. മാക്സിമം 15 മിനിറ്റ് വരെ റെക്കോർഡ് ചെയ്യാം. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഇത് ചെയ്തിട്ട് ഇപ്പം നമുക്കിത് ഇതിലൊരെണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 199 ഒരു സംഗതിയാണ്. എന്നിട്ടത് ഫോണല്ലേ ഇത്? സ്ക്രീൻ ഗാർഡാണ് അതല്ലേ? അത് ശരി. ഇങ്ങനെയുള്ളതൊക്കെ ഇതായി കഴിഞ്ഞാൽ അത് വരും. അതിൻ്റെ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ, ഒരു ക്യാമറ, ഷൂ, ഇത് ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനാണ് അല്ലേ? അപ്പോൾ അത് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യുന്നത് അതാണ് വരുന്നത്. ആൾക്കാരെ ബോധ്യപ്പെടുത്താനും പഠിപ്പിക്കാനും ട്യൂട്ടോറിയലാണത്. ഇത് യൂട്യൂബിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ആൾക്കാർ അപ്പോൾ അത് അതിൽ ക്ലിക്ക് ചെയ്താൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യം വരില്ലേ, അറിവ് കിട്ടില്ലേ? ഈ യൂട്യൂബിൽ അല്ല, അത് ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും വാങ്ങിച്ചാലേ കിട്ടുള്ളൂ. ഈ ഒരു സാധനം ആരെങ്കിലും ഒരാൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്മീഷൻ എൻ്റെ അക്കൗണ്ടിൽ വരും, പേപ്പാലിൽ വരും. അതല്ലെങ്കിൽ എനിക്ക് അവർ ഒന്നിച്ച് അയച്ചു തരും. ഇത്ര രൂപയാവും ആവുമ്പോൾ അത് അയച്ചു തരും. ഇപ്പോൾ എത്ര മിനിറ്റായി? 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ യൂട്യൂബിനൊരു നിയമമുണ്ട്. ഫ്രീ ആയിട്ട് നമ്മൾ ഈ പടങ്ങൾ അപ്ലോഡ് ചെയ്യില്ലേ, അപ്ലോഡ് ചെയ്യുമ്പോൾ 15 മിനിറ്റ് 14 മിനിറ്റ് 15 മിനിറ്റാണ് മാക്സിമം ടൈം. അതിന് കൂടുതലുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് പൈസ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് എടുക്കണം, മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുക്കാൻ വെച്ചാൽ പൈസ അടയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യാന്നർത്ഥം. ഇത് ഫ്രീ ആണ്. ചിലവരുടെ വീഡിയോകളൊക്കെ കൂടുതലുണ്ടാവും, അരമണിക്കൂറുണ്ടാവും, 1 മണിക്കൂറുണ്ടാവും. അത് പ്രധാനമായിട്ടും മാർക്കറ്റിംഗ് ടെക്നോളജി അതിൻ്റെ ഒരു സൂത്രമാണത്, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്കിതിങ്ങനെ എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ഇത് കിട്ടുക, ഇതിങ്ങനെ കിട്ടാം. എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആയുവേജ്. അങ്ങനെ ആൾക്കാരെ വശീകരിക്കാനുള്ള, എന്ന് വെച്ചാൽ ആൾക്കാരെ ബോധ്യപ്പെടുത്താനുള്ളത്. വശീകരിക്കല്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് തന്നെ പറ്റുമല്ലോ. ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, അതും കാണാൻ ആൾക്കാർക്ക്. ഇത് വേണമെങ്കിൽ സെൻട്രലിലേക്ക് ആക്കാം. എൻ്റെ ഈ സംസാരം ഇതിൻ്റെ സെൻട്രലിലേക്ക് ആക്കുന്നത് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സെൻട്രലിലേക്ക് ആക്കും അല്ല, നമ്മൾ രണ്ടാളും സെൻട്രലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഇത് റെക്കോർഡാവുള്ള അത് ഈ ക്യാമറ എത്ര മെച്ചമുള്ളതല്ല. ഇപ്പോൾ കുറേ നാളായി ഇത് മേടിച്ചിട്ട് എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വീടിൻ്റെ എൻ്റെ ഒരു സാധനം ബുക്കുമാർക്ക് ആയുവേജ്. ഈ ആയുവേജ് എന്ന് പറഞ്ഞത് ഇതുണ്ടല്ലോ, ഇത് എൻ്റെ സൈറ്റാണ്. അപ്പോൾ ആ സൈറ്റ് ഇവിടെ തെളിഞ്ഞു വരും, ആയുവേജ്. ഈ സൈറ്റ് ഞാൻ പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പരസ്യം ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് പൈസ കിട്ടുന്ന ഒരു ഇതാണ്. $10 നാളെ കിട്ടി. ഇപ്പോൾ ഇത് $5 ആയിട്ടുണ്ട്. $5 99 സെൻറ്റ്, $6 ആവും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പൈസ പിൻവലിക്കാം. $5 എൻ്റെ അക്കൗണ്ടിലായിട്ടുണ്ട്. $5 എന്ന് വെച്ചാൽ 6×5 30, 300 രൂപ. ഈ പരസ്യങ്ങൾ ഇതൊരു പ്രോഗ്രാമാണ്, എൻ്റെ പ്രോഗ്രാമത്. അപ്പോൾ ഇത് വല്ലവരെയൊക്കെ പഠിപ്പിക്കുക, അതിൻ്റെ ട്യൂട്ടോറിയലും അത് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ലേ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട, അപ്പോൾ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സംഗതി കണ്ട, വ്യൂ. ഇതിൽ കുറേ പരസ്യം വരും. ഈ പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇത്ര സെൻറ്റ് അല്ലെങ്കിൽ ഇത്ര സെൻറ്റിൻ്റെ ഒരു ചെറിയ അംശം അതിൽ കിട്ടും. അതുപോലെ ഇത് റെഗുലർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ടാബ്. ഈ ടാബിൽ ഇതിലും പരസ്യങ്ങളൊന്നുമില്ല. ഇതിൽ പരസ്യങ്ങൾ വരുന്നുണ്ട് 2 സൈഡിൽ. അതിനൊക്കെ ഓരോ പരസ്യം അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചെറിയ പൈസ കിട്ടും. അല്ലല്ലേ, ഇത് നമ്മൾ പരസ്യം തന്നെ വരും. കമ്പനി ആകെ ഈ സൈറ്റുകാർ കൊടുക്കുന്നതാണ്, ഈ സൈറ്റുകാർ കൊടുക്കുന്ന പരസ്യമാണ്. എക്സ്പ്ലോർ
ഇതിലുണ്ട്. എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട് ഇല്ലസ്ട്രേറ്റ്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ സൈറ്റ് വരും. ആ സൈറ്റിലൊരു പരസ്യം ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു പേജ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 3 സെൻറ്റ് കിട്ടും. 3 സെൻറ്റേ കിട്ടുള്ളൂ. 3 സെൻറ്റ് എന്ന് പറഞ്ഞാൽ 6 രൂപ, 3 സെൻറ്റ് ഇല്ല, 1.5 രൂപ, 1.5 രൂപ വെച്ച് കൂട്ടിയാൽ മതി ഒരു സെൻറ്റ്. അപ്പോൾ 1.5 രൂപ കിട്ടും. നമുക്ക് എന്ത് 1.5 രൂപ വെറുതെ കിട്ടുന്നില്ലേ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. പക്ഷേ വെറുതെ അല്ല, നമുക്കിതിന് കറണ്ട് പോകുന്നുണ്ട്, നമ്മുടെ സമയം പോകുന്നുണ്ട്, നമ്മുടെ ഇതൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ സക്സസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ ഇപ്പോൾ എൻ്റെ ലിങ്കിൽ എൻ്റെ റെഫറൻസായിട്ട് എൻ്റെ താഴെയുള്ള ആൾക്കാരായിട്ട് ഇതിൽ ചേരുകയാണെങ്കിൽ അവർ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ അംശം എനിക്ക് വരും. ഞാൻ അറിയാണ്ട് തന്നെ വരും അത് അവർ ചെയ്യുന്നത്. അങ്ങനെ ആൾക്കാരെ ഒരു 100 ആളെ അങ്ങനെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ദിവസം പൈസ കിട്ടും. നോട്ട് ബാഡ്. ഞാൻ അറിയില്ല, അവർ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ കമ്മീഷനായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ഓരോ ഇതുകൾ. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു ട്യൂട്ടോറിയലായിട്ട് ഇപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, പറഞ്ഞ് മനസ്സിലാക്കുക, പഠിപ്പിക്കുക. ഇതിനേക്കാളും വലിയൊരു ഏർപ്പാടുണ്ട്. അത് യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ കാണുന്ന കൂട്ടത്തിൽ നമ്മുടെ വീഡിയോയും കാണുമായിരിക്കാം. കുറേ കോടിക്കണക്കിന് ആൾക്കാർ യൂട്യൂബ് നോക്കണ്ടല്ലോ. കുറേ ആൾക്കാർ നമ്മുടെ യൂട്യൂബിലത്തെ ഇതൊക്കെ കാണും. എൻ്റെ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ ഇതുപോലെ എടുത്തുള്ളത്. പക്ഷെ നന്നായില്ല. ഞാൻ പേടിച്ച് വർത്താനം പറഞ്ഞ് ശബ്ദം ശരിക്കും വന്നിട്ടില്ല. എൻ്റെ സൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെബ്സൈറ്റിൽ എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, മൊബൈലിൽ ഇട്ടതിപ്പോൾ. അത് മൊബൈൽ ഫ്രണ്ടിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. മൊബൈൽ നാളെ മനോരമയിൽ പത്രം വായിക്കാറില്ല ഉണ്ടാ, മനോരമയിൽ ഒരു തോന്നിയിരുന്നു. ഇത്രയും വലിയ സൈറ്റുകളൊന്നും മൊബൈൽ ഫ്രണ്ടിലേ അല്ല. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റ് മൊബൈൽ ഫ്രണ്ടിലെയാണ്. അതിനകത്ത് വേറൊരു വലിയൊരു സൈറ്റ് ഉണ്ട്, അതൊന്നും മൊബൈൽ ഫ്രണ്ടിലേ അല്ല. ഞാൻ എൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കി, അത് കാണിക്കുന്നതിലേ. എൻ്റെ സൈറ്റ് എടുക്കുമ്പോൾ ഈ ഗൂഗിളിൽ എൻ്റെ സൈറ്റിൻ്റെ ഇതിൽ രജിസ്ട്രേഷൻ തുറന്ന് ലോഗിൻ ചെയ്തിട്ട് എടുക്കുമ്പോൾ അത് എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ സൈറ്റ് ഗൂഗിൾ ഫ്രണ്ട്ലിയാണ്. എല്ലാ സൈറ്റും കിട്ടില്ല മൊബൈലിൽ നിന്ന് അർത്ഥം. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ വിടട്ടെ അടുത്ത്. അപ്പോൾ ഞാൻ നിനക്കതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രം. അപ്പോൾ 7 മിനിറ്റായി നമ്മളുടെ റെക്കോർഡിങ് കിട്ടാൻ. ഇത് കാണിച്ചു തരാം. എൻ്റെ പുതുക്കാട് എന്നുള്ളത് മലയാളമാണ്, എൻ്റെ പുതുക്കാട്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഈ സൈറ്റിനും പബ്ലിസിറ്റി കൊടുക്കാം. പക്ഷേ യൂട്യൂബിൽ അങ്ങനെ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ എൻ്റെ ലിങ്കും എൻ്റെ പേഴ്സണൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ ചെയ്യുന്നുണ്ട്, ധാരാളം ആൾക്കാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചെയ്യാൻ പറ്റുന്നതാണ്. ഉണ്ട് മധുരിക്കുന്ന ഓർമ്മകൾ ദുഃഖഭരിതവും. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് എൻ്റെ കൂട്ടുകാരൻ ഫേസ്ബുക്കിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് 40 കൊല്ലം മുമ്പ്. ആ ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല. അതിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ഗാനങ്ങൾ എഴുതിയത് ഞാൻ. ആ ഗാനങ്ങളിലെ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് കിട്ടിയത് മലയാളത്തിൽ. ആ ആർട്ടിക്കിൾ ഞാൻ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ. ഇത് ഇയാളുടെ പേര് എനിക്കറിയില്ല. ഇത് ക്യാപ്റ്റൻ രാജു, ഇത് വത്സലമാണ്, ഇത് ബാലാജി. എന്നിട്ട് സിനിമയിൽ മുഖം കാണിക്കുന്നുണ്ട് ഇടയ്ക്കിട്ട് ചെറിയ ഇതുകൾ. ഇടയ്ക്കിട്ട് കാണാതെ ചെറിയ ഭാഗങ്ങളിൽ വരുമ്പോൾ. പിന്നെ ബാക്കി ഇതൊക്കെ മറ്റു സുഹൃത്തുക്കൾ ആരും സിനിമയിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഇതുകളാണ്. ഇത് സതീഷ് മേനോൻ ഇപ്പോൾ സിനിമയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു അറബി കഥയുണ്ടല്ലോ, അതിൽ അറബിയായിട്ട് ഒരു വേഷം കിട്ടിയിട്ട് ഒരു റോളുണ്ട്. ഓർമ്മ എൻ്റെ ചിലപ്പോൾ വരിക തോന്നുന്നു. അതിൻ്റെ ഭാഗം കുറച്ചുള്ള കുറേ സിനിമകളിലും പേരത്തുള്ള സിനിമകളിലൊക്കെ വന്നു ചെറിയ റോള്. ഇത് ബാലാജി, ഇതും ബാലാജി. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാം. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് റെക്കോർഡായി. എനിക്കിത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ടാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഈ സൈറ്റ് ഇത് മലയാളം, ഓക്കെ, മലയാളത്തിൽ. അപ്പോൾ എനിക്ക് ഇത് മലയാളത്തിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നതൊക്കെ മനസ്സിലായ ഈ ആദ്യാക്ഷരിന്ന് കാണുന്നില്ലേ, ഇത് മലയാളം സോഫ്റ്റ്വെയറാണ്, മലയാളം ടൈപ്പ് ചെയ്യാനുള്ളത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും പഠിക്കാം ഏതൊക്കെ ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ആണ് എൻ്റെ ഇംഗ്ലീഷ് ശരിക്കുള്ള ബ്ലോഗ്. ഇതിനാണ് ഞാൻ ഓപ്റ്റിമൈസ് ചെയ്യുന്നത്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, SEO എന്ന് പറയുന്നത്. ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചുക്കിരി. ഇത് .com ആണത്. പൈസ കൊടുത്ത് വാങ്ങിച്ചത്, $10 കൊടുത്തിട്ട് .com. മനസ്സിലായി? ഗോഡാഡി സൈറ്റ്. അങ്ങനെ ഈ കാണുന്നതിൽ ഇതൊന്നും ഞാൻ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ഇത് പരസ്യമാണ്, ഗൂഗിളിൻ്റെ പരസ്യം. ഇത് ഇതിൽ ക്ലിക്ക് ചെയ്തല്ലോ, ഞാൻ ക്ലിക്ക് ചെയ്ത് അപ്പൻ്റെ പേര് കിട്ടും. മറ്റുള്ളവരെ ക്ലിക്ക് ചെയ്യുന്ന വെച്ചപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ആരെയും ക്ലിക്ക് ചെയ്യാൻ ഒതുക്കില്ല, അപ്പൻ്റെ പേര് കിട്ടും. വേറെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇത് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് എനിക്ക് പൈസ കിട്ടും. വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ അതിൻ്റെ ഇത് കൂടി കിട്ടും. ഗൂഗിളിൻ്റെ പരസ്യം. അതുപോലെ ഇത് ഗൂഗിളിൻ്റെ പരസ്യം. ഇതൊക്കെ അവർ കൊടുക്കേണ്ടത്. അത് എനിക്ക് രജിസ്ട്രേഷൻ ലൈസൻസ് മാത്രമേ ഉള്ളൂ. ഇത് ആമസോണിൻ്റെ പരസ്യമുണ്ട്. മനസ്സിലായി?
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ആരെങ്കിലും ക്ലിക്ക് ചെയ്താൽ കിട്ടും. കോടിക്കണക്കിന് ജനങ്ങളുള്ളതല്ലേ ഈ ലോകത്തിൽ. അതിനാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. സെർച്ച് എഞ്ചിനിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഈ ഗൂഗിളിൻ്റെ റിസൾട്ട് വരുന്നില്ലേ, ആ റിസൾട്ടിൽ ആദ്യത്തെ പേജിൽ ആദ്യത്തെ നമ്പറായിട്ട് വരുന്ന സംഗതിക്ക് അങ്ങനെ വരുത്തുന്ന ഏർപ്പാടിനാണ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതല്ലേ കാണുള്ളൂ ആൾക്കാർ. പിന്നെ അതിന്റെ പിന്നില് ആയിരക്കണക്കിന് പേജ് ഉണ്ടാവും. അപ്പൊ നമ്മളെന്തെങ്കിലും ഇപ്പൊ എന്റെ ഈ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഈ വെബ്സൈറ്റിന്റെ ഞാൻ കുറച്ച് കീവേഡുകൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഇതില് ആ വേർഡുകൾ എന്റെ ഈ ഇത് ഇൻഡെക്സ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ. എന്റെ ആ വേർഡുകളൊക്കെ അതിന്റെ ഡാറ്റയിൽ വെച്ചിട്ടുണ്ട്, ബേസിൽ മെമ്മറിയിൽ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ആ വേർഡുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ സൈറ്റ് അവർ കാണിച്ചു കൊടുക്കും, ഈ വേർഡ് ഉപയോഗിച്ചിട്ടുള്ള സൈറ്റാണത്, വേണമെങ്കിൽ നോക്കിക്കോ. അങ്ങനെ കുറേ സൈറ്റുകൾ ഉണ്ടാവും. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയില്ലേ, നമ്മുടെ സൈറ്റ് ഓപ്പൺ ആവും. കാശ് കിട്ടല്ല, കാശ് കിട്ടണമെങ്കിൽ ആ ഓപ്പൺ ആയിട്ട് ഈ സൈറ്റുകളിൽ ഈ പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യണം. പിന്നെ സൈറ്റിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചൊരു മൂല്യം എൻ്റെ സൈറ്റിന് കിട്ടും. കുറേ ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോൾ, ഇത് കാണുന്ന കുറേ അധികം ആൾക്കാർ കാണുന്ന സൈറ്റാണ്. പരസ്യ കമ്പനികൾ പരസ്യം ചോദിച്ചു വരും, ഇത്രയധികം ആൾക്കാർ കാണുന്ന സൈറ്റാണ്. വലിയ വലിയ കമ്പനികളുണ്ടല്ലോ, വൻകിട കമ്പനികൾ, അവരുടെ പരസ്യം ഞങ്ങൾ മാസം ഇത്ര കാശ്, അതൊന്നും ഇപ്പം അധികമൊന്നും കിട്ടുന്നില്ല. അതൊക്കെ ലക്ഷക്കണക്കിന് ദിവസം ആൾക്കാർ വന്നും പോയി ഇരുന്ന സൈറ്റിൽ. ഇവിടെ ഇന്ത്യയിൽ അമിത് അഗർവാൾ എന്ന് പറഞ്ഞിട്ട് ആളാണ്, ഒരു മാസം 18 ലക്ഷം രൂപയാണ് അയാൾ ചെയ്യുന്നുണ്ട് ഇൻ്റർനെറ്റിൽ. ഭയങ്കര ബ്രില്യൻ്റാണ്, ഭയങ്കര ഐഡിയകളും കാര്യങ്ങളാണ്. അയാൾ പറയുക ഗൂഗിൾ അഡ്സെൻസും അതുപോലെ തന്നെ ഗൂഗിൾ അഡ്സെൻസ് മാത്രം പോരാ, ഈ ആമസോൺ ഉണ്ടല്ലോ, ആമസോൺ അതുപോലെ ക്ലിക്ക് ബാങ്ക് ഉണ്ട്, അതിനുണ്ട് എൻ്റെ അത്. അതിനെൻ്റെ സൈറ്റ് തന്നെയുണ്ട്, ക്ലിക്ക് ബാങ്കിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. നമ്മുടെ അറിവ് പരിമിതമാണ്. ഇപ്പം എത്രയെന്നറിയാം, നമ്മുടെ ഏകദേശം വീഡിയോ ക്ലോസ് ചെയ്യാറായി. 12 മിനിറ്റായി നമ്മൾ സംസാരിച്ചിരിക്കുന്നു. ഇനി 3 മിനിറ്റ് കൂടി മതി, ഇത്ര മതി, നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഇത് സ്റ്റോപ്പ് ചെയ്യണ്ട, ഇതിനൊന്നുമല്ലേ.